ബീവിയുടെ അരികിലേക്ക് ഹബീബായ നബി പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഖൂമി, ഫാത്തിമ ഖൂമി, എണീക്ക്, ഈ നേരത്തെ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ചിന്തിക്കുക. സുബൈ നമസ്കരിച്ചാ പോലെ ഉറങ്ങാൻ സമ്മതിക്കൂല. സുബൈ നമസ്കരിച്ച് ഉറങ്ങാതിരിക്കണമെങ്കിൽ നേരത്തെ കിടന്നുറങ്ങണം. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ, ഇശ കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കൽ പോലും റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുക. മുഅ്മിനീങ്ങളെ, പടച്ചോനെ പേടിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ രീതി മാറ്റി, കുടുംബത്തിന്റെ രീതി മാറ്റി. ചെറുപ്പക്കാരെ, പടച്ചോനെ പേടിച്ചോളൂ ചെറുപ്പക്കാരെ. ഈ ദുനിയാവ് വളരെ നശ്വരമാണ് ചെറുപ്പക്കാരെ. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ഈ ദുനിയാവ് വളരെ നശ്വരമാണ് ചെറുപ്പക്കാരെ. ഞാനൊരു മരിച്ച വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത്. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറായ ഒരു മനുഷ്യൻ, പറക്കമുറ്റാത്ത 2 കുട്ടികളുടെ ഉപ്പ മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. മിനിഞ്ഞാന്നല്ലേ, അത്രല്ലേ ഉള്ളൂ. തുഅമ്മിലു ഫിദ്ദുനിയാ طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر. ബോംബെ ഹോട്ടലിന്റെ മുതലാളിയുടെ 2 മക്കൾ കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് കളിച്ചാ മോദിച്ച് വണ്ടിയിൽ വന്നതാണ്. വീട്ടിലെത്തിയില്ല, 2 പെൺകുട്ടികൾ മരിച്ചു. പെൺകുട്ടികളല്ല, ഒന്നിന്റെ വയസ്സ് 21, ഒന്നിന്റെ വയസ്സ് 28. അള്ളാഹു ആ കുട്ടിയൊക്കെ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ആ സഹോദരിമാർക്ക് പുറത്തു കൊടുക്കട്ടെ. പഠിച്ചവനെ റബ്ബേ റഹ്മാനെ, ഒരു തൂബക്ക് പോലും നേരം കിട്ടിയിട്ടുണ്ടാവില്ല. റബ്ബേ പുറത്തു കൊടുക്ക് പഠിച്ചവനെ, ഈ പുറത്തു കൊടുക്ക റബ്ബേ, ഈ പുറത്തു കൊടുക്ക റബ്ബേ. മനുഷ്യ ചിന്ത വരണില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ ഞായറാഴ്ച തന്നെയല്ലേ അത്? ഓർമ്മയില്ലേ? നിങ്ങൾ അന്തല്ലാതെ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ അത്? കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച 4 വട്ടം പറഞ്ഞാൽ 1 വട്ടം പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച എന്ന് പറയാൻ പിന്നെ ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചാവും പറയാം. അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അന്തണ്ടായിട്ടല്ല, നിങ്ങൾക്ക് എന്താണ്ടം. നിങ്ങൾ ആര്യാടൻ ചോക്കത്ത് എന്ത് പറഞ്ഞോ, പിണറായി എന്ത് പറഞ്ഞോ, കുഞ്ഞാലിക്കുട്ടിയനെ എന്ത് പറഞ്ഞോ നോക്കിക്കോളി. എന്നിട്ട് അതിനെ 3ൻ്റെയും ടോട്ടൽ അവിടെ മുങ്കർ നക്കീറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോളി. നിങ്ങൾക്ക് അന്തണ്ട മനുഷ്യന്മാർ. ദുന്യാവിലെ ഇബ്രത്തല്ലേ അതൊക്കെ. കോഴിക്കോട്ടെ വമ്പൻ നമ്പർ 1 പണക്കാരനാണ്. മലബാർ ചിൽസിൻ്റെയും ബോംബെ ഹോട്ടലിൻ്റെയും ഒക്കെ മുതലാളിമാരിൽ പ്രധാനിയായ മനുഷ്യൻ. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയാണ് ഇങ്ങോട്ട് വലിയ വണ്ടി റായത്തിൽ വരിക. വണ്ടിക്ക് ടിപ്പർ ലോറി ഇടിച്ചു. തൽക്ഷണം 21 വയസ്സായ ഒരു പെൺകുട്ടി കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. 28 വയസ്സായ പെൺകുട്ടിക്ക് ഒരു മകളുണ്ട്. ആ 1 വയസ്സായ കുട്ടിക്ക് ഒന്നോട്ട് പറ്റിയതുമില്ല. 2 പെണ്ണുങ്ങളും തൽക്ഷണം മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആ കുട്ടികളെ മനസ്സിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ വണ്ടി കല്യാണം കഴിഞ്ഞ് വരുന്ന അവരുടെ മനസ്സിൻ്റെ ഉല്ലാസവും റായത്തും ബാപ്പാൻ്റെ ഒപ്പം ചിരിച്ചും പൊളിച്ചും കല്യാണം കഴിഞ്ഞ് വരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. മനുഷ്യ, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. എന്താണ് അല്ലാഹു? ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അല്ലാഹുവിന്റെ പിടുത്തം വളരെ ശക്തമാണ്. ഒറ്റപ്പെടുത്താൻ പിടിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴാ പിടിക്കാൻ അറിയില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ذُوَ الْعَرْشِ الْمَجِيدُ فَعَالٌ لِمَا يُرِيدُ. തോന്നിയത് ചെയ്യുന്നവനാണ് അല്ലാഹു. ഇന്ന് കോറം തേഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം. പ്രശ്നം അല്ലാക്കില്ല. അത് നമ്മളെ കമ്മിറ്റിക്കാം. നിങ്ങൾ ഉറങ്ങി. നമ്മളെ കമ്മിറ്റി യോഗം വിളിച്ചു. 21 അംഗ കമ്മിറ്റിയിൽ 4 ആളെ വന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഈ ആഴ്ച തീരുമാനിക്കാൻ പറ്റൂല, നമുക്ക് കോറം തേഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത ആഴ്ച ആകാം എന്ന്. ഈ കോറം തികയിൽ ആർക്കില്ല? അല്ലാഹുവില്ല.
അവൻ ഫഅലുൽ ലിമാ യുരീദ്, അവൻ ഫഅലുൽ ലിമാ യുരീദ്, അവന് തോന്നിയത് തൽക്ഷണം ചെയ്യുന്നവനാണ്. പഠിച്ചവനെ ആർക്കറിയാം? മനുഷ്യ റബ്ബിലേക്ക് മടങ്ങിയേക്കും. ചെറുപ്പക്കാരെ, എടാ കള്ള് കുടിക്കണ്ടടാ, എടാ കള്ള് കുടിച്ചാൽ നരകത്തിലേക്ക് പോകുന്ന മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബി നിന്റെ ബാപ്പയല്ല, ബാപ്പാന്റെ ബാപ്പയല്ല, നിന്റെ ഓള വാപ്പയല്ല, അല്ലാഹുവിന്റെ ശാരിയാണ്. വഹി കൊണ്ട് സംസാരിച്ച ആളാണ് മുഹമ്മദ്. പാർച്ചവനെ പേടിച്ചോ? എടാ കള്ള് കുടിച്ചാൽ സ്വർഗ്ഗല്യാണ് മുസ്തഫ നബി പറഞ്ഞതാണ്. മനുഷ്യ എങ്ങനെ കള്ളു കുടിച്ചു? കള്ള് കുടിച്ചവന് ത്വീനത്തുൽ ഖബാലി എന്ന നരകത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് കുടിക്കേണ്ടി വരും. വമാ ത്വീനത്തുൽ ഖബാലി ഖാല സദീറു അഹ്ലിന്നാർ ശാരിബുൽ ഖംറി യശ്റബു മിൻ ത്വീനത്തിൽ ഖബാൽ. ത്വീനത്തുൽ ഖബാലി എന്ന ചളിക്കുണ്ടിൽ നിന്ന് കള്ള് കുടിയന് കുടിക്കേണ്ടി വരുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോൾ ഹബീബിനോട് ആളുകൾ ചോദിച്ചു, വമാ ത്വീനത്തുൽ ഖബാൽ, അതെന്താണ് നബിയെ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, സദീറു അഹ്ലിന്നാർ, സദീറു അഹ്ലിന്നാർ, നരകത്തിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ദുബറുകളും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളും പൊട്ടി ഒഴുകിയിട്ടുണ്ടായ ചീഞ്ചലമാണ് എന്ന് മുഹമ്മദ് നബി. ഞാൻ പറയല്ലടാ, മുഹമ്മദ് നബി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നരകത്തിലെ നരകവാസികളുടെ ദുബറുകളും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളും പൊട്ടി ഒലിച്ചിട്ടുള്ള ചീഞ്ചലമാണ്. അതാണ് ത്വയ്നത്തുൽ ഖബാൽ, അതാണ് ത്വയ്നത്തുൽ ഖബാൽ. ദുനിയാവിൽ കള്ളുടിച്ചവൻ അത് കുടിക്കേണ്ടി വരുമെന്ന് ഹബീബായ നബി. മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം. പഠിച്ചവനെ പഠിച്ചോളൂ. കള്ളുടിക്കേണ്ട മനുഷ്യന്മാരെ, കല്യാണത്തലേന്നുള്ള കൂട്ടുകൂട്ടങ്ങളെ മഹല്ലുകൾ നിയന്ത്രിക്കണം. പള്ളിന്റെ തൂണ് പൊളിച്ചിട്ട് അടുത്ത വലിയ തൂണുണ്ടാക്കല്ല പള്ളിക്കമ്മറ്റിന്റെ ഉത്തരവാദിത്വം. പള്ളിക്കമ്മറ്റിയുടെ പ്രധാന ഉത്തരവാദിത്വം നാട്ടിൽ ദീനിയായ സംഗതിയാണ്. മഹല്ലയിൽ ഇടപെടണം, മഹല്ലിൽ ഇടപെടണം. ബേജാറാവണ്ട. അതിനൊന്നും പറ്റാത്തവന് അടുത്ത പള്ളിയിൽ പോവാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്കെന്താ? നമ്മൾ അല്ലാഹുവോട് പറയാം, ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അല്ലാഹുവിന്റെ കോടതിയിൽ മഅദിറത്ത് പറയാലോ, പടച്ചോനെ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണത്തലേന്നുള്ള കല്യാണങ്ങളെ ഒഴിവാക്കണം. കല്യാണത്തലേന്നൊരു പരിപാടി വേണ്ട, നോക്കാം. വേണ്ട, ആരോടും പറഞ്ഞാൽ മതി, പിറ്റേന്ന് രാവിലെ വന്നാൽ മതി, രാത്രിയുടെ പരിപാടിയൊന്നും ഇല്ല. എത്രയോ മഹല്ലത് ഒഴിവാക്കി, എത്രയോ മഹല്ലത് ഒഴിവാക്കി. പടച്ചോനെ പേടിക്കുന്ന മോമിനിങ്ങളെ മഹല്ലുകൾ അനവധി ഒഴിവാക്കി, അനവധി ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ടൗണിൽ അനവധി മഹല്ലുകളിൽ ഒഴിവാക്കി. കല്യാണത്തലേന്ന് നിർബന്ധം, കല്യാണത്തലേന്ന് കൂട്ടം കൂടിയാൽ അവിടത്തെ നിക്കാഹ് ഖാദിയര് നടത്തി കൊടുക്കൂല നിബന്ധന. അതിപ്പോ അവർ അടുത്ത പള്ളിയിൽ പോയിക്കോട്ടെ, നമുക്ക് എന്താ? നമുക്കിപ്പോൾ എല്ലാവരും പോയാൽ നമുക്കെന്ത് പേടി? നമ്മൾ UDF പേടിയുണ്ട്, LDF പേടിയുണ്ട്. വോട്ട് ഇട്ടില്ലെങ്കിൽ കുഴങ്ങുന്നു. നമ്മൾ UDF, നമുക്ക് LDF, നമുക്ക് എന്ത് പ്രശ്നം? ഇത് അള്ളാന്റെ വീടല്ലേ. പറ്റുമെങ്കിൽ ഈ വന്നോ, ഈ അല്ലെങ്കിൽ കുത്തനെ നടന്നോ, നമുക്കെന്താ? നമുക്കൊരു പേടിയില്ല. നമ്മൾ നിൽക്കേണ്ടോടത്തുന്നാൽ പഠിച്ചോനെ പേടിയുള്ള മര്യാദയ്ക്ക് വരും, അല്ലെങ്കിൽ വരേണ്ടി വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്രേൻ്റെ ആവശ്യമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യല്ലേ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കുഴങ്ങൂല. അവൻ്റെ നാസിർ അള്ളാഹ്. അള്ളാഹു തആല സഹായിക്കട്ടെ. ചിന്തിക്കണം. അതുകൊണ്ട് മഹല്ലി വിഷയത്തിൽ ഇടപെടണം. ഗൾഫിലുള്ള ബാപ്പമാര് അടിക്കടി മക്കൾക്ക് ഉപദേശിക്കുകയും കൽപ്പന കൊടുക്കുകയും വേണം. കുതിര വിട്ട് നടന്നാൽ പൈസ അയക്കൂല എന്ന് പറയാം. ബാപ്പാർക്കും ഭക്ഷണം തരുന്നവർക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ, ധനം തരുന്നവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയാണ്. മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിലും ബജറ്റ് പാസ്സാക്കണതും ബജറ്റ് അവതരിപ്പിക്കുന്നതും ധനകാര്യമന്ത്രിയാണ്. ധനം തരുന്നവർക്ക് വിലയുണ്ട്.
ഗൾഫിൽ നിന്ന് പണമയക്കുന്ന ബാപ്പമാര് കാക്കമാരൊക്കെ ശ്രദ്ധിക്കണം. മക്കളോട് കർശനമായി പറയണം, അഞ്ചന്മാരോട് കർശനമായി പറയണം, നാട്ടിൽ കുതിര വിട്ട് നടന്ന പൈസ നേടില്ല എന്ന് പറയണം. ചിന്തിക്കണം. പെണ്ണുങ്ങൾ 4 കാര്യം സൂക്ഷിച്ചാലേ സ്വർഗത്ത് കിടക്കൂ. പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, 4 കാര്യം പെണ്ണുങ്ങൾ സൂക്ഷിക്കണം. ഇദാ സല്ലത്ത് ഖംസഹ വസാമത്ത് ശഹറഹ